എംപിയായ ശശി തരൂരിന് സോണിയാഗാന്ധി നയിച്ച കോൺഗ്രസ് നൽകിയത് സഹമന്ത്രി സ്ഥാനമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച തന്നെ ചെറുതാക്കി എന്ന തോന്നൽ തരൂരിന് അന്നേ ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ തുറന്നടിച്ചുള്ള പറച്ചിലുകൾ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കി. ആദ്യം തന്നെ സോണിയാഗാന്ധിയുടെ ഇഷ്ടക്കേട് ചോദിച്ചു വാങ്ങി. അക്കാലത്ത് വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ താഴെയുള്ളതൊക്കെ കാറ്റൽ ക്ലാസ് ആയിരുന്നു ശശി തരൂരിന്. ഗോമാതാ രാഷ്ട്രീയം തെളിഞ്ഞു വന്നു തുടങ്ങിയ അക്കാലത്ത് കന്നുകാലി പ്രയോഗം കൊണ്ടുതന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു മുഴം അകലെ എത്തിയിരുന്നു തരൂർ. എന്നാലും ഒരു മുഴം മുല്ലപ്പൂമാല വലം കൈയിൽ ചുറ്റി അത് വാസനിക്കാനുള്ള കാൽപ്പനികത മറ്റൊരു നേതാവിനും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അക്കാരണം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡോക്ടർ തരൂർ പന്തലിച്ചു നിന്നത്. ഉടുപ്പിൽ പനിനീർപ്പൂ കുത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ തരൂരും ഒരു ആരാധനാ പാത്രമായി തുടർന്നു. വാനിറ്റി എന്ന് മറ്റുള്ളവർ പരിഹസിച്ചാലും വേഷങ്ങളെ അതിന്റെ മുഖവിലേക്കെടുക്കാൻ പണ്ടു മുതലേ തിരുവനന്തപുരത്തിന് ഒരു വൈഭവം ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ വാനിറ്റി, അതിനുശേഷം ബ്രിട്ടീഷ് വാനിറ്റി, ഇത് രണ്ടും ആവോളം പുണർന്നു നടന്ന തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെ സ്നേഹിച്ച ചരിത്രമുള്ള നാട്. ആ രാജാക്കന്മാർ മലയാളി വേഷത്തിൽ എത്തിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ മാത്രമാണ്. ശശി തരൂരും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ ക്ഷേത്ര സന്ദർശനത്തിൽ ഒഴികെ ഒരു സെലിബ്രിറ്റിയുടെ വേഷവിധാനങ്ങളുമായി വാനിറ്റി പ്രിയരെ സന്തോഷിപ്പിച്ചു.